അതിരപ്പള്ളി ജലവൈദ്യുത പദ്ധതി നടപ്പിലാക്കാനുള്ള സർക്കാർ നീക്കത്തിൽ എതിർപ്പുമായി പ്രകൃതി സ്നേഹികളും ആദിവാസികളും രംഗത്ത്. പദ്ധതി നടപ്പിലാക്കുന്നതിലൂടെ വാഴച്ചാൽ മേഖലയിലെ ആദിവാസികളെ കാടിനുള്ളിലേക്ക് തള്ളിവിടാൻ സർക്കാർ ശ്രമിക്കുകയാണെന്നാണ് പരാതി. നിയമപ്രകാരമുള്ള അവകാശങ്ങൾ പോലും ആദിവാസികൾക്ക് നൽകാതെയാണ് ഇത്തരം ശ്രമങ്ങൾ സർക്കാർ നടത്തുന്നത് എന്നാണ് ആക്ഷേപം. കഴിഞ്ഞ ദിവസം അതിരപ്പള്ളി സന്ദർശിച്ച വൈദ്യുത മന്ത്രി സണ്ണി ജോസഫാണ് ജലവൈദ്യുത പദ്ധതി ആലോചനയിലുണ്ടെന്ന് പറഞ്ഞത്. കൂടുതൽ വൈദ്യുത ലബ്ധിക്കായി പദ്ധതി പരിഗണിക്കാവുന്നതാണെന്നും അത് നേതൃത്വവുമായി ആലോചിച്ച് തീരുമാനിക്കേണ്ട ഒന്നാണെന്നും മന്ത്രി പറഞ്ഞിരുന്നു. എന്നാൽ അത്തരമൊരു പദ്ധതി പ്രദേശത്തെ ഊരുനിവാസികളെ ബാധിക്കുമെന്നാണ് പരാതി. കോടതി നടപടികൾ പൂർത്തിയായിട്ടില്ലാത്ത സാഹചര്യത്തിൽ പദ്ധതിയുമായി മുന്നോട്ടു പോകുന്നത് ഒരു ജനസമുദായത്തെ ഇല്ലാതാക്കാനാണെന്നും ആദിവാസികളും പ്രകൃതി സ്നേഹികളും പറയുന്നു. ഊരുകൂട്ടങ്ങളുടെ അനുമതിയില്ലാതെ സർക്കാരിന് പദ്ധതിയുമായി മുന്നോട്ടു പോകാനാകില്ലെന്നും ഊരുമുപ്പത്തി ഗീത പറഞ്ഞു. ഇപ്പോഴുള്ള ആ വെള്ളം സ്റ്റോറേജ് ചെയ്യാൻ ഡാമിന് കഴിയാതെ അതിൻ്റെ സംരക്ഷണം ഏറ്റെടുക്കാതെ നമ്മളുടെ അതിരപ്പള്ളി ജലവൈദ്യുത പദ്ധതി വീണ്ടും കൊണ്ടുവന്ന് വാഴച്ചാൽ കോളനിയിലുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസം മുതലുള്ള മറ്റു കാര്യങ്ങൾക്കെല്ലാം തടസ്സപ്പെടുത്തി ഇവരെ വീണ്ടും കാടിനകത്തോട്ട് തള്ളിവിടാനാണ് സർക്കാരിന്റെ തീരുമാനം. പദ്ധതിയുമായി മുന്നോട്ടു പോകാനാണ് തീരുമാനമെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി രംഗത്തിറങ്ങുമെന്ന് ചാലക്കുടിപ്പുഴ സംരക്ഷണ സമിതി പറഞ്ഞു. 10 വർഷം മുൻപ് UDF ഗവൺമെന്റ് തന്നെ ഉപേക്ഷിക്കുമെന്ന് പ്രഖ്യാപിച്ച പദ്ധതിയാണ് വൈദ്യുത മന്ത്രി നടപ്പാക്കുമെന്ന് പറയുന്നതെന്നും ആക്ഷേപമുയരുകയാണ്. 10 വർഷം മുമ്പ് UDF ഈ പദ്ധതി വേണ്ട എന്ന് തീരുമാനമെടുത്തിട്ടുള്ളതാണ്. അത് UDF നേതാക്കൾ തന്നെ അദ്ദേഹത്തെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഈ പദ്ധതിയെ സംബന്ധിച്ച് അതിൻ്റെ എല്ലാ അനുമതികളും 2017 കൂടി അവസാനിക്കുകയും അതിനെ തുടർന്ന് ഈ സമരം വിജയിച്ചതായി പ്രഖ്യാപിച്ചുകൊണ്ട് സമരം അവസാനിപ്പിച്ചിട്ടുള്ളതാണ്. എന്നാൽ ആരെങ്കിലും ഇനി ഈ പദ്ധതിയുമായി മുന്നോട്ട് വരാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതിനെ എതിർക്കാനായിട്ട് ജനങ്ങൾ വീണ്ടും ഒറ്റക്കെട്ടായിട്ട് വരും എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു സംശയവും വേണ്ട. എല്ലാ അനുമതികളും റദ്ദാക്കിയതോടെ 2017 തന്നെ അതിരപ്പള്ളി സമരസമിതി പ്രതിഷേധം അവസാനിപ്പിച്ചതായി പ്രഖ്യാപിച്ചതാണ്. UDF നേതാക്കൾ തന്നെ വൈദ്യുത മന്ത്രിയെ തിരുത്തിയില്ലെങ്കിൽ കൂടുതൽ സമരമാർഗവുമായി മുന്നോട്ടു പോകാനാണ് തീരുമാനമെന്ന് പ്രകൃതി സ്നേഹികളും ഊരുനിവാസികളും വ്യക്തമാക്കി. അമൃത ന്യൂസ്, തൃശൂർ.